വിധിയെഴുതി സംസ്ഥാനം. പോളിംഗ് ശതമാനം 80-ലേക്ക് വരും. ബൂത്തുകളിൽ നീണ്ട നിര തുടരുന്നു. മുന്നണികൾ കണക്കുകൂട്ടലുകളിൽ. വോട്ടെടുപ്പിനിടെ വ്യാപക കള്ളവോട്ട് ആരോപണം. മണ്ണാർക്കാട് വോട്ട് മാറിത്തെളിഞ്ഞതായി പരാതി. നിരവധിയിടങ്ങളിൽ സംഘർഷം. ജാഗ്രതയോടെ പോലീസ്. തുടർ ഭരണ പ്രതീക്ഷയിൽ LDF. വികസനത്തിന് ഇടവേള ഉണ്ടാകരുതെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഈ കാലം, ഈ 10 വർഷം നാടിന്റെ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതി, അതിനടിസ്ഥാനം LDF ഗവൺമെന്റ് രൂപീകൃതമായതാണ് എന്നും അവർ കാണുന്നു. ചരിത്ര മുന്നേറ്റം നടത്തുമെന്ന് MV ഗോവിന്ദൻ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു പോളിംഗ് ആണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുകൂലമായ വികാരമെന്ന് MA ബേബി. ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് വർദ്ധിച്ച ജനപിന്തുണ നേടിയെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരും. അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷയിൽ UDF. 100-ലധികം സീറ്റുകൾ നേടുമെന്ന് ആവർത്തിച്ച് VD സതീശൻ. ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. പൂർണ്ണ ആത്മവിശ്വാസത്തിലെന്ന് സണ്ണി ജോസഫ്. ഞാൻ ഏത് ഇലക്ഷനിലും ഇവിടുത്തെ എന്റെ ഭൂരിപക്ഷത്തെ കുറിച്ച് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ഒഴുക്കും അടിയെല്ലാം മുകളിൽ ഒഴുക്കും അടിയിൽ ഒഴുക്കും എല്ലാം. റെക്കോർഡ് ഭൂരിപക്ഷം നേടുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഏതായാലും റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായതിനേക്കാൾ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തന്നെ UDFന് ജയിക്കാം. കരുത്തു കാട്ടാനാകുമെന്ന പ്രതീക്ഷയിൽ NDA. തൂക്ക് സഭ വരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. വലിയ മാറ്റം ഈ ഇലക്ഷനിൽ ജനങ്ങൾ സൃഷ്ടിക്കും, ഉണ്ടാക്കും എന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. ഇന്ന് പുതിയ അധ്യായം കുറിക്കുമെന്ന് V മുരളീധരൻ. 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകണം എന്നുള്ള പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം, ആ ലക്ഷ്യം സാധ്യമാക്കാനായിട്ട് കേരളത്തിന്റെയും വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാരണമാകും. സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി. ഡിസൈഡിംഗ് ഫാക്ടർ ആകുക മാത്രമല്ല, ഇന്ന് ജനങ്ങൾ നിശ്ചയിച്ച അവർക്ക് കഴിഞ്ഞ ഒരു 5 വർഷമെങ്കിലും ഏറ്റ ദ്രോഹം, അത് ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും. ആര് വരുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അല്ല, ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ശക്തമായിട്ട് ഇന്നവർ വരും ഇന്നവർ വരികയില്ല എന്ന് ശക്തമായി പറയാൻ സാധിക്കില്ല. എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശങ്ങൾ എന്തെല്ലാം നിലയിലെത്തുമെന്നുള്ളത് പ്രവചിക്കാൻ സാധിക്കില്ല. ഭരണമാറ്റം വേണോ വേണ്ടയോ എന്ന് പറയാനില്ലെന്ന് G സുകുമാരൻ നായർ. ഒരുപാട് ജനങ്ങൾ സ്വീകരിക്കണം ഒന്നും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാരെന്ന് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഒരു തെരഞ്ഞെടുപ്പിലെ ജനങ്ങളാണ് രാജാക്കന്മാർ. ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം നമ്മുടെ അടിമകളാണ്. രാജാക്കന്മാർ തീരുമാനിക്കട്ടെ ആര് ഭരിക്കണമെന്നുള്ളത്. വോട്ട് രേഖപ്പെടുത്തി താരങ്ങൾ. എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പോലെയൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കാരായിരിക്കണം നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പാളി. ഇറാൻ ഹോർമുസ് അടച്ചു. കാണാത്ത ആക്രമണം കാണാമെന്ന് ട്രംപിന്റെ ഭീഷണി. വെടിനിർത്തൽ ലക്ഷ്യത്തിലേക്കുള്ള ഇടത്താവളം മാത്രമെന്ന് നെതന്യാഹു.